കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ കാഷ്വാലിറ്റി പ്രവർത്തനം നിലച്ചതോടെ രോഗികൾക്ക് ബീച്ച് ആശുപത്രിയെ ആശ്രയിക്കാമെന്നായിരുന്നു അധികൃതരെല്ലാം പറഞ്ഞത്. എന്നാൽ ഇന്ന് രാവിലെ തൊട്ട് ബീച്ച് ആശുപത്രിയിലേക്ക് അത്രയധികം രോഗികളൊന്നും എത്തുന്നില്ല. അതിൻ്റെ കാരണം മതിയായ സൗകര്യങ്ങൾ ഇവിടെ ഇല്ല എന്നത് തന്നെയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അപകടമുണ്ടായ രാത്രി തന്നെ 83 രോഗികളെ ബീച്ച് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. എന്നാൽ മെഡിക്കൽ കോളേജിനെ ലക്ഷ്യമാക്കി വന്ന അത്രയധികം രോഗികളൊന്നും കഴിഞ്ഞ ദിവസം ബീച്ച് ആശുപത്രിയിലേക്ക് എത്തിയിട്ടില്ല. കാര്യമായ സൗകര്യങ്ങളില്ലാത്ത ബീച്ച് ആശുപത്രിയിൽ ഗുരുതര പ്രശ്നമുള്ളവരെ എത്തിക്കുന്നതിലും പ്രയോജനമില്ല. ആംബുലൻസ് രോഗിയുമായി എത്തിയാൽ സ്ട്രെച്ചറിൽ കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോകാൻ ആളില്ലാത്തതും ഇവിടെ പ്രതിസന്ധിയാണ്. പലപ്പോഴും ആംബുലൻസ് ഡ്രൈവർമാർ തന്നെ അകത്തു ചെന്ന് സ്ട്രെച്ചർ എടുത്തുവെന്നാണ് രോഗികളെ കാഷ്വാലിറ്റിയുടെ അകത്തേക്ക് എത്തിക്കുന്നത്. ഇന്ന് ആദ്യമായിട്ട് വന്ന എനിക്ക് അറിയില്ല, സ്റ്റാഫിൻ്റെ ഷോർട്ടേജ് എന്തായാലും ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അറ്റൻഡേഴ്സ് ഒന്നും കാണുന്നില്ല ഇവിടെ. ഉള്ളിലേക്ക് കയറ്റാനുള്ള സംവിധാനം റാമ്പാണ് ഇവിടെ. മെഡിക്കൽ കോളേജ് പോലെ നമുക്ക് ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളില്ല. ഇവിടെ റാമ്പിൽ തള്ളിക്കയറ്റണം. മെഡിക്കൽ കോളേജിൽ നിന്ന് സ്വകാര്യ ആശുപത്രിയിലെത്തിയ പലരോടും ആശുപത്രി അധികൃതർ പണം ആവശ്യപ്പെട്ടിരുന്നു. മെഡിക്കൽ കോളേജിൽ പൊട്ടിത്തെറി ഉണ്ടായതോടെയാണ് ഹൃദയാഘാതം വന്ന് കിടപ്പിലായ വിശ്വനാഥനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഇന്നലെ വൈകിട്ട് കുടുംബത്തോട് 42,000 രൂപ അടയ്ക്കണമെന്നാവശ്യപ്പെട്ടു. മാധ്യമങ്ങളിൽ വാർത്ത വന്നതോടെ മന്ത്രി മുഹമ്മദ് റിയാസ് ഇടപെട്ട് ബില്ല് നൽകേണ്ടതില്ലെന്ന് ഉറപ്പുവരുത്തി. ഞാൻ ഹോസ്പിറ്റലായിരുന്നു, അവിടുന്ന് എമർജൻസി കാര്യങ്ങൾ കൊണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അവിടുന്ന് ചെറിയ ബില്ലിൻ്റെ ഇഷ്യൂ വന്നു, അതുകൊണ്ടാണ് ലേഗായത്. ബില്ലിൻ്റെ ഇഷ്യൂസൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. കാര്യമായിട്ട് ഹയർ അതോറിറ്റീസ് ഇടപെട്ടിട്ട് അപ്പം പേഷ്യൻറ്റിനെ വീണ്ടും മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. എന്നാൽ മെഡിക്കൽ കോളേജ് ലക്ഷ്യമാക്കി ഒടുവിൽ സ്വകാര്യ ആശുപത്രിയിൽ എത്തുന്നവർക്ക് പണം നൽകേണ്ടി വരുമെന്ന ഭീതി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ബീച്ച് ആശുപത്രിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കിയാൽ മാത്രമേ ഇത്തരം അടിയന്തര ഘട്ടങ്ങൾ വരുമ്പോൾ ഉപകാരപ്രദമാവുകയുള്ളൂ. ബീച്ച് ആശുപത്രിയിലെത്താൻ മടിക്കുന്ന പലരും പിന്നീട് ആശ്രയിക്കുന്നത് സ്വകാര്യ ആശുപത്രികളെയാണ്. എന്നാൽ സ്വകാര്യ ആശുപത്രിയിലെത്തുമ്പോൾ പണം ചോദിക്കുമെന്ന ഭയം പലർക്കുമുണ്ട്. അത്തരത്തിൽ വലിയ തുക മുടക്കാൻ കഴിയാത്തവർക്ക് ആശ്രയം സർക്കാർ തന്നെയാണ്. എന്നാൽ പഴയ കാഷ്വാലിറ്റി പൂർണ്ണമായും പ്രവർത്തന സജ്ജമായാൽ മാത്രമേ രോഗികൾക്ക് ആശ്വാസമാവുകയുള്ളൂ. ഷിജിൻ നരിപ്പറ്റയ്ക്കൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.